നിലവിൽ ജാർഖണ്ഡ് ഭരിക്കുന്നത് JMM നേതൃത്വം നൽകുന്ന മുന്നണിയാണ്. 81 അംഗ നിയമസഭയിൽ 56 സീറ്റുകളാണ് കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളും ഭാഗമായ ഈ മുന്നണിക്കുള്ളത്. അതിൽ 34 സീറ്റുകളുള്ള JMM മുന്നണി വിട്ടാൽ ജാർഖണ്ഡിൽ ഭരണമാറ്റം ഉറപ്പാണ്. ഈ അടുത്തു കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളാണ് പിളർപ്പിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അയൽ സംസ്ഥാനത്ത് 16 സീറ്റുകളായിരുന്നു JMM അവിടുത്തെ RJD മുന്നണിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ RJD കോൺഗ്രസ് നേതൃത്വങ്ങൾ അവസാന നിമിഷം വരെ തീരുമാനം വൈകിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ അവർ മത്സരിക്കാതെ പിന്മാറുകയും ചെയ്തു. ഇത് NDAയിലേക്ക് ചേക്കേറാൻ JMMനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കേന്ദ്രവുമായി അടുക്കുന്നത് ജാർഖണ്ഡിലെ വികസന പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കാൻ സഹായിക്കുകയും അതുവഴി ഭരണം കൂടുതൽ കാലം നിലനിർത്താൻ സാധിക്കുമെന്ന് ഹേമന്ത് സോറൻ കരുതുന്നുണ്ടാകുമെന്നും പറയപ്പെടുന്നു. മറ്റൊന്ന്, അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കെട്ടിക്കിടക്കുന്ന കേസുകളെ കുറിച്ചുള്ള സോറൻ ക്യാമ്പിലെ ആശങ്കകളാണ്. 2025 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ബിൽ പ്രകാരം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ 31-ാം ദിവസം അവരുടെ പദവി നഷ്ടപ്പെടും. ഈ ബിൽ നിലവിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ഇതും ഹേമന്ത് സോറനെയും JMMനെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. സംഭവങ്ങൾ ഇങ്ങനെയാണ് എന്നിരിക്കെ ബീഹാറിലെ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി NDAയിലേക്ക് ചേക്കേറാനാണ് ഹേമന്ത് സോറന്റെ പദ്ധതി എന്നാണ് വിലയിരുത്തൽ.